ഒന്നും അരക്കാതെ അരിപ്പൊടിയും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. റാഗിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വട്ടയപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് റാഗിപ്പൊടി ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ റാഗിപ്പൊടി ചിലപ്പോൾ വറുത്ത പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു മാറ്റം വരും കേട്ടോ. ഏകദേശം ഒരു സാധാരണ റാഗിപ്പൊടിക്ക് ഏകദേശം 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം തന്നെയാണ് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവത്തിലായിട്ട് കിട്ടും. അപ്പോൾ മാവ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. വെള്ള ചോറായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കായ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്തിട്ട് ഒരു 2 ഏലക്കായുടെ കുരു ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജാർ അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാധാരണ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഈസ്റ്റും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ആക്റ്റീവ് ആയതിനു ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആക്റ്റീവായിട്ട് കിട്ടും. നേരിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു 3 മണിക്കൂർ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഇനി നമുക്കിത് എടുക്കാം. അപ്പോഴേക്കും ഒരു പാന് ഞാനിവിടെ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് പകുതി മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് പരച്ച് വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലും അടിയിലേക്കായിട്ട് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാവ് ഒരുപാട് അങ്ങ് കുത്തി ഇളക്കരുത്. ഈ ഒരു പൊങ്ങി വന്നിട്ടുള്ള മാവിനെ നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം പതുക്കെ ഇതുപോലെ അങ്ങ് കോരിയിട്ട് പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് കുത്തി ഇളക്കിയിട്ട് ആ ഒരു പതയൊന്നും കളയരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വട്ടയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ പതുക്കെ അങ്ങ് കോരിയിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരു റിങ് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് അങ്ങ് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കട്ടി അനുസരിച്ചിട്ടാണ് കേട്ടോ വേവാനെടുക്കുന്ന സമയം. ഇതിപ്പോൾ ഒരു 12 മിനിറ്റ് കൊണ്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് വെന്ത് വന്നതിന് ശേഷം മാറ്റി വെക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം വേണം നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ സൈഡ് ഒന്ന് അങ്ങ് വിടിയിച്ച് കൊടുത്താൽ നമുക്കിത് ഇതുപോലെ പാത്രത്തിൽ നിന്ന് വേർപ്പെടുത്തി എടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്